ഇനി ഇതിൽ സാധാരണ എടുക്കാറുള്ളത് ഉരുളുകോല് കലാശം, എടക്കലാശം, കുഴമറിഞ്ഞ കലാശം, 3 തരത്തിലുള്ള കലാശം എടുക്കും. അതിൽ ഒന്ന് തക്കിട്ട ഘട്ടത്തിലാണ്. ഉരുളുകോല് കലാശം ഇടക്കലാശം എടുക്കുക തക്കിട്ട ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് കുഴമറിഞ്ഞ ഘട്ടത്തിൽ കുഴമറിഞ്ഞ കലാശം എടുക്കും. നേർക്കോൽ ഘട്ടം 2ാമത്തെ കാലത്തിലേക്ക്. 1ാമത്തെ കാലത്തിൽ കൊട്ടിയാൽ 2ാമത്തെ കാലത്തിൽ കൊട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കൊമ്പ് ഊതി വെച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് കൊമ്പ് ഊതുന്ന രീതിയിലുള്ള പ്രത്യേകതകൾ ഒന്ന് മണികണ്ഠേട്ടൻ ആദ്യം പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് താളോട്ടത്തിലേക്ക് കിടക്കാം. നില കൊട്ടുന്നതിൽ മാറ്റമില്ല. നില ഇടനില തന്നെയാണ് കൊട്ടുന്നത്. 1ാം കാലം കലാശി 2ാം കാലത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ 2ാം കാലത്തിൽ 2 ഉരുളൂല് കൊട്ടുന്നതാണ് വ്യവസ്ഥ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ഇരട്ടിയിലാണ് ഊതുക. ഉരുളൂല് ഇരട്ടിയിലായതുകൊണ്ട് ഇരട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ ഊതി വെച്ചത്. തകർത്തത്തെ തകതത്തെ എന്നാണ് ഊതിയത്. ഇത് ഇനി ഇത് കഴിഞ്ഞ് ഉരുളൂല് കഴിഞ്ഞാൽ പിന്നെ തക്കിട്ടയിലേക്ക് കിടക്കുമ്പോൾ അതിന് സമാന്തരപ്പെട്ട് നിലയിൽ ഊതുന്നു. അത് കഴിഞ്ഞ് കുഴമറിഞ്ഞയിലേക്ക് കിടക്കുമ്പോൾ കൊട്ടിന് സമാന്തരമായി തികച്ചും തകൃത ചേർത്ത് നിരത്തി ഊതുന്നു. ഇതാണ് 2ാം കാലത്തിലും 3ാം കാലത്തിലൊക്കെ ഇനി നിവർത്തിക്കാനുള്ളത്. ഇനിയുള്ള കാലത്തിലൊക്കെ ഏകദേശം ഒരുപോലെയുള്ള ഇതാണ് കടന്നു പോവുക. കുഴലിൻ്റെ കാര്യത്തിൽ ഒന്ന് പ്രേമൻ വരുന്ന മാറ്റങ്ങൾ പറയും. നമ്മൾ ഇപ്പോൾ കാലം മാറി വക്രകലാശം എടുത്തു. കാലം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് പതികാലത്തിൽ തക്കിട്ട നിലയിലേക്ക് കിടന്നപ്പോൾ ഊതി ഒരു പാറ്റേൺ കണ്ടല്ലോ. സാമ എന്നുള്ള രീതിയിലാണ് ഇനി ഇവിടുന്ന് അങ്ങനെയാണ് മുഴുവൻ പോകുന്നത്. കാരണം കൊട്ടുന്ന കാലം കുറച്ചും കൂടി തള്ളി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലത്തിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ബിറ്റാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 2 സ്വരങ്ങൾ ഉപയോഗിച്ച് മുഴുവൻ ഊതുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ താളവട്ടം മുഴുവൻ ഊതുന്നു. 2ാമത്തെ താളവട്ടത്തിൻ്റെ ആദ്യത്തിലായിട്ട് ഒരു ചമ്മടവട്ടം കഴിഞ്ഞാൽ ഉരുളുകോലിന് സിഗ്നൽ കൊടുക്കണം. അത് കഴിഞ്ഞാൽ 3 ചമ്മടവട്ടം നീളമുള്ള ഉരുളുകോൽ എടുക്കണം. അത് കഴിഞ്ഞാൽ താളവട്ടത്തിൻ്റെ അവസാന തെട്ടിൽ കലാശം എടുക്കണം. അങ്ങനെ ആദ്യത്തെ 2 ഉരുളുകോൽ കഴിഞ്ഞാൽ പിന്നെ താളവട്ട കലാശങ്ങളായിട്ട് പോകണം. പിന്നെ കുഴമറിയണം. കുഴമറിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ കലാശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പതികാലത്തിലുണ്ടായ പോലെ തന്നെ നമ്മൾ വക്രകലാശം എടുത്ത് കാലം മാറി 3ാം കാലത്തിലേക്ക് കിടക്കണം. ഇവിടെ ഒന്നും ഇനി തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ആകെ അഡീഷണൽ വരുന്നത് ഉരുളൂല് മാത്രമാണ്. ഇപ്പോൾ കുമ്പിടുന്നതിൽ ഉരുളൂലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കുഴ പറഞ്ഞപ്പോൾ വലത്തെ ഭാഗത്തുനിന്ന് സാന്ന് നീട്ടി ഊതി കണ്ടു. അതുപോലെ അത് നിൽക്കുമ്പോഴാണ് പ്രകടമായിട്ടത് മനസ്സിലാവുക. കാലം മാറി അടുത്ത കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴക്കാരൻ എല്ലാവരും ഇടത്തെ ഭാഗത്തേക്ക് മുമ്പിട്ട് മേൽസൈലി സാന്നൂതി ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഉരുളൂലിന് സമയമായി എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുകയും തുടങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ഒരുപോലെ തുടങ്ങുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ പതികാലം കഴിഞ്ഞിട്ടുള്ള ബാക്കി കാലങ്ങളിലൊക്കെ കുഴലും കൊമ്പും കൊട്ടുന്നതും എല്ലാം ഏകദേശം ഒരേ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പഠിച്ചിരിക്കണ. അപ്പോൾ നമുക്ക് തക്കിട്ടഘട്ടം ഒരു ഉരുളുകോല് കലാശം, ഒരു ഇടക്കലാശം, അത് 2 ഒന്നിച്ചെടുക്കാം. എന്നിട്ട് കുഴമറിഞ്ഞലേക്ക് കടന്നു പോവാം. കുഴമറിഞ്ഞലേക്ക് കടക്കുമ്പോൾ കുഴമറിഞ്ഞലും നിലയിൽ മാറ്റമൊന്നുമില്ല. കൊമ്പും കുഴലും ഊതണലും കാലം മുറുകണമെന്നുള്ളതിൻ്റെ അതെ, അത് നേരത്തെ മണികണ്ഠേട്ടൻ പറഞ്ഞുല്ലോ. കൊമ്പ് ഊതുന്നതിലത്തെയും കുഴലൂതുന്നതിലത്തെയും മാറ്റങ്ങൾ ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ 3 കലാശവും ഒരുമിച്ചെടുക്കാം. ഒരു ഉരുളുകോല് കലാശം, ഒരു ഇടക്കലാശം, ഒരു കുഴമറിഞ്ഞ കലാശം, 3 കലാശം ഒരുമിച്ചെടുക്കാം. ഒന്ന് നോക്കാം. ഉരുളുകോല് കലാശം താളവട്ട അവസാനത്തിലൊന്ന് കുമ്പിട്ട് കാണിച്ചു.
ഉരുളുകോലിന് ഊതി വയ്ക്കുകയാണ്. ഒന്ന് സ്പീഡ് കൂട്ടാം. കാലമുറ. ഉരുളുകോല് കലാശം കഴിഞ്ഞു. ഇടക്കലാശിലേക്ക് കിടക്കാം. കലാശത്തിന് മുന്നോടിയായിട്ട് കുമ്പിട്ട് കാണിക്കുന്ന താളവട്ടത്തിന്റെ അവസാനത്തിൽ കുമ്പിട്ടു. ആദ്യത്തെ ഖണ്ഡത്തിന്റെ അവസാനത്തിൽ ഒന്നുകൂടെ കുമ്പിട്ട് കാണിച്ചു. ഉരുളുകോല് കലാശത്തിന്റെ സ്ഥാനത്ത്. ഇത് കഴിഞ്ഞാൽ കുഴമറിഞ്ഞ ഘട്ടത്തിലേക്ക് കടക്കായതുകൊണ്ട് ഒന്ന് കാലം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാം കാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാം കാലത്തിൽ നിന്ന് മൂന്നാം കാലത്തിലേക്ക് കാലം മാറുന്ന പതിഞ്ഞകലാശം എടുക്കുന്ന രീതിയാണ്. അത് നേരത്തെ ഒന്നാം കാലത്തിൽ നിന്ന് രണ്ടാമത്തെ കാലത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു കലാശമെടുത്ത്
ഒരു താളവട്ടം മുഴുവൻ കൊമ്പൂതുന്നതിൻ്റെ ഒപ്പം ചെണ്ടയും താളവും ഒരുമിച്ച് അമർത്തി കനത്തിൽ കൊട്ടി ഗാംഭീര്യത്തോടു കൂടി കൊട്ടി പിന്നത്തെ താളവട്ടത്തിൻ്റെ അവസാനത്തിൽ പിന്നത്തെ താളവട്ടം കുഴൽ ഊതിയിട്ട് അതിൻ്റെ അവസാനത്തിൽ കുമ്പിട്ടിട്ടാണ് കലാശത്തിൻ്റെ താളവട്ടത്തിലേക്ക് കടക്കുക. കടന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു താളവട്ടം പൂർണ്ണമായിട്ടും അമർത്തി കൊട്ടണം. താളവട്ടത്തിലെ ഒരു ചെമ്പടവട്ടം മാത്രമാണ് കലാശത്തിൻ്റെ ഖണ്ഡമായിട്ട് തൂക്ക് പിടിക്കുന്ന ഒരു ചെമ്പടവട്ടം മാത്രമേ താളവട്ടത്തിലുള്ളൂ എന്നതുകൊണ്ട് 2 ചെമ്പടവട്ടത്തിന് വേണ്ടി ഒരു ചെമ്പടവട്ടം കൂടിയും താളവട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു കുഴമറിഞ്ഞ നില കുറവായിരിക്കും ആ താളവട്ടത്തിൽ വരിക. ആ രീതിയിലാണ് കാലം മാറുന്ന പതിഞ്ഞ കലാശം എടുക്കുന്നത്. കാലം മാറുന്ന പതിഞ്ഞ കലാശം എടുത്താൽ പിന്നെ 3-ാം കാലത്തിലേക്ക് കടന്നിട്ട് കൊമ്പ് ഊതൽ കഴിഞ്ഞിട്ട് നേരത്തെ പോലെ താളവട്ടം നിർത്താം. നമുക്കൊരു കാലം മാറുന്ന കലാശം ഒരു കലാശം എടുത്തിട്ട് തുടങ്ങാം. ഡെങ്കടതൊക്കെ തകത്തിരക്കാൻ വെച്ച് കാലം മുറുക്കിയിട്ട് തുടങ്ങിക്കോളൂ. കലാശത്തോടുകൂടി പറയാം. അമർത്തിയ കുട്ടിയാണ് ഒരു താളവട്ടം. ഒരു താളവട്ടം കുഴൽ ഊതണം. ഇനി അടുത്ത താളവട്ടം അമർത്തി കൊട്ടി കലാശം എടുക്കുക. കലാശം മൂന്നാമത്തെ കാലം. കൊമ്പിൻ്റെ വിഷയങ്ങൾ മണികണ്ഠേട്ടൻ പറയും. ഇതിലിപ്പോൾ കലാശം കഴിഞ്ഞിട്ട് കൊമ്പ് ഒരു താളവട്ടം ഊതിയത്. സാധാരണ വലിയ മേളങ്ങൾ പതികാലം ഒരു താളവട്ടം, 2-ാം കാലം ഒരു താളവട്ടം, 3-ാം കാലം 2 താളവട്ടമാണ് ഊതേണ്ടത്. സമയം അതിന് ഒരു കണക്കാക്കിയിട്ടും കൂടിയാണ് അത്. അതുപോലെ 4-ാം കാലം 3 താളവട്ടം, 5-ാം കാലം 6 താളവട്ടം, ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇത് ഇപ്പോൾ ഊതിയത് ഒരു താളവട്ടമേ ഉള്ളൂ. ശരിക്കും 2 താളവട്ടമാണ് ഊതേണ്ടത്. രണ്ടാം കാലത്തിൽ ചെയ്തതുപോലെ തന്നെ ഉരുളുകോലിനനുസരിച്ചിട്ട് ഇരട്ടിക്കാലം പിടിച്ചു ഊതുക. ഇടനിലയിൽ കാലത്തിനനുസരിച്ചിട്ടുള്ള ഊത്തിൻ്റെ മാറ്റങ്ങൾ 3-ാം കാലത്തിലും ബാധകമാണ്. അത് തന്നെയല്ലേ കുഴലിലും കൊമ്പിലും ഉണ്ടാവുക. പിന്നെ പറയാനുള്ളത്, ഉരുളുകോല് കലാശത്തിൽ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യത്തെ ഖണ്ഡത്തിൻ്റെ അവസാനത്തിലെ ഉരുളുകോലിന് കൊമ്പിട്ട് കഴിഞ്ഞാൽ 3 ചെമ്പടവട്ട ദൈർഘ്യത്തിലാണ് 2-ാമത്തെ കാലത്തിൽ ഉരുളുകോല് കൊട്ടിയത്. അപ്പോൾ അവിടെ ഉരുളുകോലിൽ ഇടകോല് വരുന്നുണ്ട്. 3 ചെമ്പടവട്ടത്തിൽ ഉരുളുകോല് എന്ന് പറയുന്നത് കുഴമറിയുന്നതിൻ്റെ ഇരട്ടി കാലാണ്. അപ്പോൾ ഒരു ചെമ്പടവട്ടത്തിലേക്ക് 10 തക്കിട്ടിയും ഒരു ഇടകോലും കൊട്ടുന്നത് ഉരുളുകോല് കൊട്ടുമ്പോൾ അരച്ചെമ്പടവട്ടത്തിലേക്ക്, അതായത് 8 അക്ഷരകാലത്തിൽ 10 തക്കിട്ടിയും ഒരു ഇടകോലും കൊട്ടുന്നത് ഉരുളുകോൽ എടുക്കുമ്പോൾ 4 അക്ഷരകാലത്തിലേക്ക് ആണ് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ 2-ാമത്തെ ചെമ്പടവട്ടത്തിൻ്റെ അവസാനത്തിലും 3-ാമത്തെ ചെമ്പടവട്ടത്തിൻ്റെ പകുതിയിലും ഓരോ ഇടകോലടിച്ചിട്ട് 3 ചെമ്പടവട്ട ദൈർഘ്യത്തിലാണ് ഉരുളുകോല് കലാശം എടുത്തത് 2-ാം കാലത്തിൽ. 3-ാം കാലത്തിൽ 2 ചെമ്പടവട്ട ദൈർഘ്യം ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് തന്നെ ഇടകോലില്ലാതെ ഉരുളുകോല് കലാശം എടുക്കാം. ഇവിടെ ഇപ്പോൾ കൊമ്പ് ഊതി വെക്കുന്നത് ഒരു താളവട്ടത്തിലാണ് 3-ാം കാലത്തിൽ. അതുപോലെ ഒരു താളവട്ടത്തിൽ തന്നെ ഊതിയിട്ട് കുഴലുന്ന കലാശത്തിലേക്കും കിടക്കാം. ഓരോ താളവട്ടം ഉരുളുകോല് കലാശം, ഇടക്കലാശം,
കുഴമറിഞ്ഞ കലാശം. 3 ഒരുമിച്ചെടുക്കാം. തുടങ്ങാം. 3-ാം കാലം. ഉരുളുകോലിനെ കുമ്പിട്ടു. കലാശം. കലാശം. കലാശിന് കുമ്പിട്ടു. കലാശം. കുഴമറിഞ്ഞ ഘട്ടം. കുമ്പിട്ടു. കലാശം. ഇനി നമുക്ക് 3-ാം കാലത്തിൽ നിന്ന് 4-ാം കാലത്തിലേക്ക് കാലം മാറുന്ന പതിഞ്ഞ കലാശാണ് എടുക്കാനുള്ളത്. ഇപ്പം നമ്മൾ കുഴമറിഞ്ഞ ഘട്ടത്തിലെ കുഴമറിഞ്ഞ ഭാഗത്ത് ഊതിയത് ഒരു താളവട്ടം കൊമ്പും ഒരു താളവട്ടം കുഴലുമാണ് താളവട്ടം ഊതിയത്. അതുപോലെ തന്നെ നമ്മൾ 3-ാം കാലത്തിൽ ചെയ്തതുപോലെ ഒരു കലാശം എടുത്തിട്ട് കൊമ്പ് ഊതുന്ന ഒരു താളവട്ടം പൂർണ്ണമായിട്ടും അമർത്തി കൊട്ടി അടുത്ത താളവട്ടം കുഴൽ ഊതുന്നതിനനുസരിച്ച് സാധാരണത്തെ പോലെ കൊട്ടിയിട്ട് കുഴൽ കുമ്പിട്ട് കഴിഞ്ഞാൽ കുമ്പിട്ട് നിന്ന് ഒരു താളവട്ടം മുഴുവനായിട്ടും അമർത്തി കൊട്ടി അടുത്ത താളവട്ടത്തിലെ ഒരു ചെമ്പടവട്ടം കൂടിയും കുഴമറിച്ചതിന് ശേഷമാണ് 2-ാമത്തെ താളവട്ടത്തിലാണ് കലാശം 2 ചെമ്പടവട്ടത്തിന് പാകപ്പെടുത്തുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു താളവട്ടം കൊമ്പ് ഊതണം, അത് കഴിഞ്ഞിട്ട് ഒരു താളവട്ടം കുഴൽ ഊതണം, അടുത്ത താളവട്ടം പൂർണ്ണമായിട്ടും കുമ്പിട്ട് നിന്ന് അമർത്തി കൊട്ടണം. 4-ാമത്തെ താളവട്ടത്തിലാണ് കലാശം എടുക്കുക. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ കാലത്തിലേക്ക് 4-ാം കാലത്തിലേക്ക് കടക്കുകയാണ്. ആ ഭാഗം ഒന്ന് നോക്കാം. കാലം മാറുന്ന പതിഞ്ഞ കലാശം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴമറിഞ്ഞ കലാശം എടുത്തിട്ട് കിടക്കുകയാണ്. അപ്പം ആദ്യം തുടക്കത്തിൽ കൊമ്പ് ഊതണേ. മൂന്നാം കാലം മാറുക. അതെ, കാലം മാറുക. കലാശം തുടങ്ങാം. ഡെഡ് ഡെഡ്
കൊമ്പിട്ട് അമർത്തി കൊട്ടാൻ തുടങ്ങി. ഒരു താളോട്ടം പൂർണ്ണമായി. അടുത്ത താളോട്ടത്തിൽ കലാശിലേക്ക് എത്തണം. മൂന്നാം കാലത്തിലേതുപോലെ തന്നെ കൊമ്പൂതിയിട്ടാണ് നിർത്തിയത്.